അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കുട്ടി ഹൈ ജമ്പിന് മത്സരത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക. അയാളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകൻ, കോച്ച് ആദ്യം ഇത്രയും അടി പൊക്കത്തിൽ ഒരു ചരട് കെട്ടുന്നു. അവൻ ആ പൊക്കത്തിൽ ചാടുന്നു. അപ്പോൾ അധ്യാപകൻ ആ ചരട് കുറച്ചുകൂടെ പൊക്കത്തിൽ കെട്ടുന്നു. അപ്പോൾ അവൻ അതിന് മുകളിൽ കൂടെ ചാടുന്നു. വീണ്ടും കുറച്ചുകൂടെ പൊക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് അവനെ പരിശീലിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു ടെസ്റ്റ് സ്നേഹത്തിൻ്റെ ടെസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ ഒരു ടെസ്റ്റ് ദൈവം അനുദിന ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ദൈവം ചോദിക്കുന്നത്, നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നു. അത് സാധാരണ തട്ടാണ്. ആട്ടെ, നിന്നെ കളിയാക്കുന്ന, നിന്നെ കുറ്റപ്പെടുത്തുന്ന ഈ വ്യക്തിയെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് സ്നേഹത്തിൻ്റെ ഒരു ടെസ്റ്റാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിക്കെതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരൊറ്റ വ്യക്തിയെ പോലും മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല. എതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരെയും മറ്റു മനുഷ്യർക്ക് അനുഗ്രഹമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാതെ നിനക്കെതിരായിട്ടല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. ആ വ്യക്തിയിലൂടെ നീ അനുഗ്രഹിക്കപ്പെടുക. ഓരോ മനുഷ്യ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. അല്ലാതെ നിനക്കെതിരായി ദൈവം വേറൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് ഓരോ വ്യക്തിയും മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം നന്മയാണ്, അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ വ്യക്തിയിലും നിന്നെ അനുഗ്രഹിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം സ്വീകരിച്ചാണ് നമുക്ക് വളരാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഓരോ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹങ്ങളാണ്. നിന്നിലുള്ള അനുഗ്രഹങ്ങള് ചുറ്റുമുള്ളവർക്ക് അവരുടെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ദൈവം നിന്നിൽ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തനിച്ച് വിജയിപ്പിക്കുന്ന ഒരു ജീവിതമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് നിന്റെ ചുറ്റുമുള്ള വ്യക്തികളിൽ ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് പങ്കുവെച്ചാണ് നീ വളരേണ്ടത്. നിന്നിലുള്ള അനുഗ്രഹങ്ങൾ അവരിലേക്കും അവരിലുള്ള അനുഗ്രഹങ്ങൾ നിന്നിലേക്ക് ഒഴുകണം. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. ഈ ഒഴുക്ക് തടസ്സപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോ ജായിറൂസിന്റെ കുട്ടിയെ ഉയർപ്പിക്കുവാനായി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. കുട്ടി മരിച്ചു. ഈശോ ആ വീട്ടിൽ ചെന്ന ശേഷം ഈശോ ചെയ്തത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ആ കുട്ടി മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ മാതാക്കന്മാരെയും ഈശോ ആ മുറിയിലേക്ക് കയറ്റി. എന്നിട്ട് ഈശോ ഒരു കൂട്ടപ്രാർത്ഥന നടത്തി. കുട്ടി ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അറിഞ്ഞിരിക്കുക, ഈശോയ്ക്ക് നേരിട്ട് ആ കുട്ടിയെ സുഖപ്പെടുത്താൻ കഴിയും. പക്ഷേ നേരിട്ട് ഒഴുകുന്ന ഒരനുഗ്രഹം മാത്രമല്ല, ഇതാ ചുറ്റുപാടുമുള്ള മനുഷ്യരിലൂടെ നിന്നിലേക്ക് ഒഴുകുന്ന ഒരനുഗ്രഹത്തിൻ്റെ ഒരു ഒഴുക്ക് ഈശോ കാണിച്ചു തരികയാണ്. ദൈവം നേരിട്ട് നിന്നെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുകയല്ലോ ചെയ്തത്, ദൈവം മാതാപിതാക്കന്മാരെ ഉപയോഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നേരിട്ടും ഒഴുകും, മറ്റു മനുഷ്യരിലൂടെ നിന്നിലേക്ക് ഒഴുകും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുക്കുന്ന ഒരു ചാനലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നത്, നിനക്ക് ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കുമാണ് വളരാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നേരെയാക്കുമ്പോൾ ഇതാ ഒട്ടേറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിയുമായുള്ള നമ്മുടെ ബന്ധം പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ നിന്നിലേക്ക് ഒഴുകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഈ പൈപ്പ് ഇതാ അടഞ്ഞു കിടക്കുകയാണ്. അത് നമ്മൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാനുള്ളത്, എവിടെയാണ് എൻ്റെ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നത്? ഇതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഇത് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ നീങ്ങുന്നു, നമ്മൾ വളരാൻ തുടങ്ങുന്നു. ഞാനിവിടെ സൂചിപ്പിച്ചു, ഇതാ നമ്മുടെ മുമ്പിൽ ദൈവം തരുന്ന ഒരു ടെസ്റ്റാണ് സ്നേഹത്തിൻ്റെ ടെസ്റ്റ്. ദൈവം ചില വ്യക്തികളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. നിനക്ക് ഇവരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇവരെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ സാധാരണ കഴിവ് പോരാ. ഹല്ലേലൂയ. നിന്നെ ചീത്ത പറയുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? ചില ആളുകളിലേക്ക് നോക്കിയിട്ട് ചിലർ പറയും, ഞാൻ എന്തൊക്കെ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ പിന്നെയും ക്ഷമിക്കും, പക്ഷെ ഇവന്റെ ഈ പരിപാടിയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ നിൽക്കുന്ന വ്യക്തി ഒരു ടെസ്റ്റിൽ പരാജയപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാം നമുക്കെതിരായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. നമ്മൾ സ്നേഹത്തിൽ വളർന്ന് അവരോട് ക്ഷമിച്ച് നമ്മൾ സ്നേഹത്തിൽ വളരണം. അപ്പോഴാണ് നമുക്ക് സമ്മാനം കിട്ടുക. ഹല്ലേലൂയ. ഓരോ ടെസ്റ്റിനും സമ്മാനമുണ്ട്. ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ടെസ്റ്റ് പരിശോധിക്കുക. ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചില ആളുകൾ പറയും, എന്നെ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞ, എന്നെ ഉപദ്രവിച്ച, എൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത, എനിക്ക് നഷ്ടം വരുത്തിയ, എൻ്റെ പുരോഗതിയെ അല്ലെങ്കിൽ സാമ്പത്തികമായ പുരോഗതിയെ പല വിധത്തിൽ തടസ്സപ്പെടുത്തിയ ഈ മനുഷ്യനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നീ പറയുമ്പോൾ ദൈവം നിന്റെ മുമ്പിൽ വെച്ച ഒരു ടെസ്റ്റ് നീ പരാജയപ്പെടുകയാണ്.
ദൈവം ഇത്രയും ഉയരത്തിൽ ഇതാ ഒരു ചരട് കെട്ടിയിരിക്കുന്നു, നിനക്ക് അത്രയും ഉയരത്തിൽ ചാടാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിഷമതയോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ ഇത് സ്നേഹത്തിൽ വളരാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു ടെസ്റ്റാണ്. നിന്നെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. നീ പറയും ഞാൻ ഒത്തിരി സ്നേഹമുള്ള ആളാണെന്നൊക്കെ, എന്നിട്ട് ഇപ്പോഴോ നിനക്ക് ഈ വ്യക്തിയോട് ക്ഷമിക്കാനും പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഒരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ശത്രുക്കളോട് ക്ഷമിക്കാൻ എളുപ്പമായി. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സാധാരണ രീതിയിൽ നമുക്കങ്ങനെ ശത്രുക്കളോട് ക്ഷമിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അവര് നമ്മളോട് ചെയ്ത വേദനിപ്പിക്കുന്ന പല ഓർമ്മകളും നമ്മുടെ തലയിൽ പച്ച കടാതെ അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അവരെ കാണുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ചെയ്തത് പുകി വരും. ചിലപ്പോൾ അവര് നമ്മളോട് പറഞ്ഞത് പ്രവർത്തിച്ചത് ഇതുവഴി നമുക്ക് വരുത്തിയ നഷ്ടത്തിന്റെ നൊമ്പരം ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിപ്പുണ്ടാകും. അപ്പൊ ഇതൊക്കെ തലയിൽ ഈ ഓർമ്മ അങ്ങനെ കിടക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മുടെ ശത്രുക്കളെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ നിന്നുകൊണ്ട് ഇതൊരു ടെസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ തലയിൽ കിടക്കുന്ന മറ്റേ വ്യക്തിയിൽ നിന്ന് നമുക്കുണ്ടായ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ അവരുടെ നേരെ നോക്കുമ്പോൾ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരോട് വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും അരിശവും കടന്നു വരുന്നു. സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തു തന്നെയായാലും ഈ ടെസ്റ്റ് നീ പാസ്സായാൽ ഇപ്പം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ചിലരോടുള്ള നിന്റെ പിണക്കവും ദേഷ്യവും അരിശവും നീ മാറ്റിയാൽ അതിന് സമ്മാനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ട് രമ്യപ്പെടാൻ പറ്റുന്നില്ല. കാരണം അവര് നമ്മളോട് ചെയ്ത വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ തലയിൽ ശക്തമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? എന്നെക്കുറിച്ച് പറഞ്ഞത്, എന്നെ ദേഹോദ്രവം ചെയ്തത്, എനിക്ക് വരുത്തിയ സാമ്പത്തിക നഷ്ടം, എൻ്റെ അഭിമാനം നശിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചത്, എൻ്റെ സൽപ്പേര് നശിപ്പിച്ചത്, എൻ്റെ ചാരിത്രം നശിപ്പിച്ചത്, എന്നെ വഞ്ചിച്ചത്, നമുക്ക് എന്ത് ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ തലയിൽ അവർ ചെയ്തതിൻ്റെ ആ നഷ്ടത്തിൻ്റെ ഓർമ്മ തലയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ നമുക്കവരോട് ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ശത്രുക്കളോട് ക്ഷമിക്കണം, അവരെ അനുഗ്രഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്, അവരെ സ്നേഹിക്കണമെന്ന് ഈശോ പറഞ്ഞിരിക്കുന്നു. നമുക്ക് പറ്റാത്ത കാര്യം ഒരിക്കലും ഈശോ പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുവാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അസാധ്യമെന്ന് നീ പറയേണ്ട കാര്യമില്ല. എന്തായാലും ശരി, നമുക്ക് ഇവരോട് ക്ഷമിച്ച്, ഇവരെ അനുഗ്രഹിച്ച്, ഇവരെ സ്നേഹിച്ചാണ് നമുക്ക് വളരാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ വളർച്ച ഈ വ്യക്തികളുടെ മുമ്പിൽ ഇതാ തടസ്സപ്പെട്ട് കിടക്കുന്നു. ഇവരോട് ക്ഷമിച്ച്, ഇവരെ സ്നേഹിച്ച് നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. ഇവരോട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നമ്മളെ വഞ്ചിച്ച, നമ്മളെ ഉപദ്രവിച്ച വ്യക്തികളോട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്?
നമുക്കെങ്ങനെ ക്ഷമിക്കാൻ കഴിയും? ഈശോ ക്ഷമിക്കാൻ പറയുകയും ചെയ്തു, നമുക്കിട്ട് പറ്റുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലയിൽ ഈ ഓർമ്മ പൊങ്ങി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ തലയിൽ കിടക്കുന്നിടത്തോളം കാലം അത് പൊങ്ങി വരും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ തലയുടെ ഒരു പ്രത്യേകത, നമുക്ക് എന്ത് അനുഭവം ഉണ്ടായാലും അത് തലയിൽ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. നമ്മളതിന് ഓർമ്മ എന്ന് പറയും. ആ ഓർമ്മ നമുക്കൊരിക്കലും മായ്ച്ചു കളയാൻ പറ്റിയല്ല. പിന്നെ മനുഷ്യൻ ചെയ്യുന്ന ഒരു മാർഗം മറക്കുക എന്നതാണ്. മറന്നാലും സാഹചര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മയിലേക്ക് പൊങ്ങി വരും. ഓരോ ഓർമ്മയും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റിയല്ല. കമ്പ്യൂട്ടറിന് ഡിലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും തലച്ചോറിൽ അതില്ല. ഹല്ലേലൂയ. ഒരനുഭവം ഉണ്ടായോ അത് ഒരു കാലത്തും മായ്ച്ചു കളയാൻ പറ്റിയല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് മാഞ്ഞു പോകണമെങ്കിൽ തലയിലെ ആ സെല്ലുകൾ നശിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർമ്മ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ആക്ഷനാണ്, ന്യൂറോൺസിന്റെ ഒരു കണക്ഷനാണ്. അങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വേദനാജനകമായ ഒരനുഭവം ഉണ്ടായാൽ അതൊരിക്കലും മാഞ്ഞു പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മുടെ തലയിൽ അതങ്ങനെ കിടക്കും. നമ്മൾ മറന്നാലും ഓർക്കുമ്പോൾ ഇതാ തലയിലേക്ക് അത് പൊങ്ങി വരികയായി. ആരംഭത്തിലുണ്ടായിരുന്ന അതേ വികാരം തന്നെ അതിനോടൊപ്പം പൊങ്ങി വരും. ദേഷ്യം, അരിശം, വെറുപ്പ്, പ്രതികാര ചിന്ത, മറ്റേയാള് നശിച്ചു കാണാനുള്ള ചിന്ത, ഇതൊക്കെ തലയ്ക്കകത്ത് അതിനോടൊപ്പം ഉണ്ടാകുകയായി. അപ്പൊ അതുകൊണ്ട് ഓർമ്മ ഏതായാലും മായ്ച്ചു കളഞ്ഞിട്ട് നമുക്ക് ക്ഷമിക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ മുമ്പിലെ പ്രശ്നം. ആ വ്യക്തി നമ്മളോട് ചെയ്ത കാര്യം നമ്മുടെ തലയിൽ കിടക്കുന്നു. അതൊന്ന് മറക്കാൻ നോക്കിയിട്ട് മറന്നാലും പിന്നെ ആളെ കാണുമ്പോൾ ഓർമ്മയിലേക്ക് വരും. അപ്പൊ തലയിൽ കിടക്കുന്ന ഈ ഓർമ്മ മായ്ച്ചു കളഞ്ഞിട്ട് ആ വ്യക്തിയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ കാര്യം നടക്കുന്ന കാര്യമേ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ ഇതൊക്കെ അങ്ങ് മറന്നിട്ട് അങ്ങ് ക്ഷമിച്ചു കളയാം, അത് നടക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. മറക്കാൻ ശ്രമിച്ചാലും ഓർമ്മയിലേക്ക് പൊങ്ങി വരും. പിന്നെ എങ്ങനെയായിരിക്കും ആ വ്യക്തിയോട് ക്ഷമിക്കുക? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈശോ നമ്മളോട് ക്ഷമിക്കാൻ പറയുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തില് യേശു മാത്രമല്ല, ലോകത്തിൽ എത്രയോ മഹാന്മാരെ ക്ഷമിക്കുക എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശുവും മറ്റ് മഹാത്മാക്കളും ക്ഷമിക്കുക എന്ന് നൽകിയ പ്രബോധനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസമാണ് ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിക്കൂ. എവിടെയെല്ലാം ക്ഷമിക്കുവാനായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അത് ഒരു വാഗ്ദാനമടങ്ങിയ കൽപ്പനയായിട്ടാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അതിനോട് ചേർന്ന് ഒരു വാഗ്ദാനവും കിടപ്പുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15. ഇതാ, നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുന്നുവെങ്കിൽ ഞാനും നിന്നോട് ക്ഷമിക്കും. നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഞാനും നിന്നോട് ക്ഷമിക്കുകയില്ല. കണ്ടോ, ഇവിടെ വാഗ്ദാനം ഏതാ? ഞാൻ നിന്നോട് ക്ഷമിക്കും. നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ ദൈവം പറയാ, ഞാൻ നിന്നോട് ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നോട് ക്ഷമിക്കും എന്ന് വാഗ്ദാനമാണ്. മർക്കോസ് 11:25.
നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സഹോദരനുമായി രമ്യപ്പെടുക. ഇത് പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടിയിട്ടത്രേ. കണ്ടോ, നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി ക്ഷമിച്ച് രമ്യപ്പെട്ടാൽ, നീ പ്രാർത്ഥിച്ചാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കും എന്നത് വാഗ്ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. നീ ബലിയർപ്പിക്കുവാനായി വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് സഹോദരനുമായി രമ്യപ്പെടുക, എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക. നിന്റെ ബലി ഞാൻ സ്വീകരിക്കണമെങ്കിൽ നീ സഹോദരനുമായി രമ്യപ്പെടണം. നിന്റെ ബലി ഞാൻ സ്വീകരിക്കണമെങ്കിൽ മനുഷ്യന്റെ അധ്വാനവും ക്ലേശങ്ങളും എല്ലാം അവൻ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന ബലിയാണ്. നിന്റെ ജോലി ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന ഒരു ബലിയാണ്. നീ കൃഷി ചെയ്യുന്നു, നീ അധ്വാനിക്കുന്നു, നീ കഷ്ടപ്പെടുന്നു, ഇതൊക്കെ ദൈവം ബലിയായിട്ട് സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കണമോ, നീ രമ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രമ്യപ്പെട്ടാൽ നിന്റെ ബലി ഞാൻ സ്വീകരിക്കും. യാക്കോബ് 5:16 പറയുകയാണ്, നീ നിന്റെ തെറ്റുകൾ സമ്മതിച്ച് ഏറ്റുപറയുക, അപ്പോൾ നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തും. ആ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ തെറ്റുകൾ നീ ഏറ്റുപറയുക. നിങ്ങൾ ഓർത്തു നോക്കൂ, എങ്ങനെയാ വഴക്കുണ്ടാകുക? ഞാൻ ശരി, നീ തെറ്റ്, ഇങ്ങനെയാ വഴക്കുണ്ടാകുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞാൽ പിന്നെ വഴക്കിന്റെ ആവശ്യമല്ലോ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പൊ അവനവന്റെ തെറ്റുകൾ സമ്മതിച്ച് ഏറ്റുപറയുമ്പോൾ രമ്യതയിലേക്ക് വരുന്നു. അതിന്റെ ഫലമായി എന്തുണ്ടാകുന്നു? രോഗസൗഖ്യം കിട്ടുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 പറയുകയാണ്, നീ നിന്റെ ശത്രുക്കളെ സ്നേഹിച്ചാൽ നീ ഒരു ദൈവ പൈതലായി മാറും. മക്കൾക്കാണല്ലോ അവകാശം ഉണ്ടാകുക. ദൈവത്തിന്റെ പൈതലായി മാറുക എന്ന് പറഞ്ഞാൽ ദൈവപിതാവിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളുടെയും അവകാശിയായി മാറുക എന്നാണ്. രമ്യപ്പെട്ടു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തിന്റെ പൈതലായി ദൈവിക സമ്പത്തിന്റെ അവകാശിയായി മാറാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:15 വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ദൈവത്തിന്റെ കൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷവും വെറുപ്പും വഴി ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ഔദാര്യം അത് നഷ്ടപ്പെടുന്നു. നീ ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ കൃപയും നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു. നോക്കൂ, എവിടെയെല്ലാം ക്ഷമയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. ബൈബിളിലെ ക്ഷമിക്കുക എന്നത് വാഗ്ദാനമടങ്ങിയ ഒരു കൽപ്പനയാണ്. നമ്മളോട് ദൈവം ക്ഷമിക്കാൻ പറയുമ്പോൾ ഇനി നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ വാഗ്ദാനം മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന്